സംസ്ഥാനത്ത് പല ഭാഗത്തും പ്രത്യേകിച്ച് മലബാറിൽ മഞ്ഞപ്പിത്തം അഥവാ ഹെപ്പറ്റൈറ്റിസ് എ പടർന്നു പിടിക്കുകയാണ്. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന രോഗമാണിത്. ഇത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. മഞ്ഞപ്പിത്ത രോഗവ്യാപനത്തിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഷമീർ വി.കെ. ശ്രദ്ധ കുറവാണ് രോഗം പടർന്നു പിടിക്കുന്നതിനുള്ള പ്രധാന കാരണമെന്നും കുടിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പിക്കണമെന്നും ഡോക്ടർ പറയുന്നു. നേരത്തെ ഒരു രോഗവുമില്ലാത്തവർ, മിക്കവാറും ചെറുപ്പക്കാർ, നിരവധി പേർ ഇതിനോടകം മഞ്ഞപ്പിത്തത്തിന് കീഴടങ്ങിക്കഴിഞ്ഞു. മുൻപൊക്കെ കരൾ സംബന്ധമായ രോഗികളിൽ ഹെപ്പറ്റൈറ്റിസ് എ സ്ഥിരീകരിക്കുമ്പോൾ ഒരു സന്തോഷമായിരുന്നു. 2-3 ദിവസം കൂടി ഛർദിയുണ്ടാകും. അത് കഴിഞ്ഞാൽ ലിവർ ടെസ്റ്റിലെ അളവുകൾ മെല്ലെ മെല്ലെ കുറഞ്ഞു തുടങ്ങും. മഞ്ഞ കുറയാൻ കുറച്ചു ദിവസം കൂടി എടുക്കും. ഒന്നും പേടിക്കേണ്ട, വിശ്രമിക്കുക, നന്നായി വെള്ളം കുടിക്കുക, ഈ ഉപദേശം അങ്ങ് കൊടുത്തു വിട്ടാൽ മതിയായിരുന്നു. എന്നാൽ ഇന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല. പലതരം സങ്കീർണതകൾ, മരണം വരെ സംഭവിക്കുന്നു. ചികിത്സിക്കുമ്പോൾ ഭയമാണിപ്പോൾ, ഡോക്ടർ പറയുന്നു. മഞ്ഞപ്പിത്തം പകരുന്നത് വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും എൻ്റെ വീണ്ടും അണുബാധ. ശ്രദ്ധ വേണ്ടത്ര പതിയുന്നില്ലെന്നതാണ് പ്രധാന കാരണം. വിശ്വാസം തോന്നാത്ത ഒരു സ്ഥലത്തു നിന്നും വെള്ളം, ജ്യൂസ് ഒന്നും തന്നെ കുടിക്കരുത്. വീട്ടിൽ കുടിക്കാൻ ആവശ്യത്തിന് വെള്ളം തിളപ്പിച്ചു വയ്ക്കണം. പുറത്തേക്ക് പോകുമ്പോൾ ചമ്മൽ വിചാരിക്കേണ്ട. ഇത്തിരി ഭാരം സഹിച്ചാലും സാരമില്ല. ആവശ്യത്തിന് വെള്ളം കുപ്പിയിലാക്കി കൊണ്ടുപോവുക. പുറത്തു നിന്നും തിളപ്പിച്ച ചായ, കാപ്പി പോലുള്ള പാനീയങ്ങൾ കുടിക്കാം. കല്യാണം പോലുള്ള ചടങ്ങുകളിലും തണുത്ത വെള്ളം ഒഴിവാക്കി ചായയോ കാപ്പിയോ ആക്കുന്നതായിരിക്കും പ്രായോഗികം. കൊടുക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല ജ്യൂസ് വിൽപ്പനക്കാർക്കുമുണ്ട്. തിളപ്പിച്ചാറിയതോ വിശ്വസിക്കാവുന്ന പ്യൂരിഫയറിൽ നിന്ന് എടുത്തതോ ആവണം. അതിനുള്ള അമിത ചെലവ് ജ്യൂസിൻ്റെ വിലയിൽ കൂട്ടിയിട്ടാലും സാരമില്ല. ഹോട്ടലിൽ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളവും ഇതേപോലെ ആവണം. പകുതി തിളപ്പിച്ചതിൽ പകുതി പൈപ്പ് വെള്ളം ഒഴിച്ചുള്ള തണുപ്പിക്കൽ പാടില്ല. നിങ്ങൾ അശ്രദ്ധമായി കൊടുക്കുന്ന ജ്യൂസ് കാരണം ഒരാളുടെ ജീവൻ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഓർക്കണം. എപ്പോഴും യാത്ര ചെയ്യുന്നവർ, എപ്പോഴും പുറത്തു നിന്നുള്ള ഭക്ഷണത്തെ ആശ്രയിക്കുന്നവർ തുടങ്ങിയവർക്ക് വാക്സിനെ ആശ്രയിക്കാം. കാര്യം ഗൗരവമാണ്. ഇനിയും മഞ്ഞപ്പിത്തം മൂലമുണ്ടാകുന്ന മരണങ്ങൾ സംഭവിച്ചുകൂടെന്നും നമുക്ക് തടയാവുന്ന ഒരു രോഗം മാത്രമാണിതെന്നും ഡോക്ടർ ഷമീർ ഓർമ്മിപ്പിക്കുന്നു.